എൻ്റെ മോക്ക് 3 വർഷത്തിന് മുമ്പേ ആസ്മ എന്ന അസുഖമുണ്ടായിരുന്നു. അവൾക്ക് മരുന്നുകൾ കൊടുത്ത് അവളുടെ ബോഡിയിൽ അത് റെസ്പോണ്ട് ചെയ്യുകയില്ലായിരുന്നു. ഞങ്ങളെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു, മോളുടെ ബോഡിയിൽ മരുന്നൊന്ന് റിയാക്ട് ചെയ്യുന്നില്ല, മോളെ കിട്ടുമോ ഇല്ലെന്നോ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഫലമായി 3-ാമത്തെ ദിവസം എൻ്റെ മോളുടെ ബോഡിയിൽ മരുന്ന് റിയാക്ട് ചെയ്യുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് തന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഒരു കാരണവശാലും മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യാനേ പാടില്ല. സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞാൽ മോളുടെ ബ്രെയിനിൽ അപകടം വരുമെന്ന് പറയുകയും ചെയ്തു. ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണിക്കുകയും ജോസഫ് അച്ഛൻ എൻ്റെ മോളുടെ തലയിൽ കൈവെപ്പ് ശുശ്രൂഷ തന്നതിന് ശേഷം ഞങ്ങൾ ഒക്ടോബർ മാസം ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു, ഞാനും എൻ്റെ മോളും. അതിനുശേഷം എൻ്റെ മോൾക്ക് സുഖം പ്രാപിക്കുകയും ചെയ്തു. ഒരു ദിവസം രാത്രി എൻ്റെ മോൾ കിടക്കുകയായിരുന്നു. എൻ്റെ മോളുടെ സന്നിധിയിൽ ഈശോപ്പച്ചനും മാതാവും വന്ന് അന്ന് രാത്രി ഞാൻ പറയും കാണുന്ന സമയത്ത് എൻ്റെ തൊണ്ടയിൽ വന്ന് കൈ പിടിച്ച് പറഞ്ഞു, എനിക്ക് നാളെ തൊട്ട് ഒരു അസുഖം വരത്തില്ല, നീ എന്ത് വേണേ കഴിച്ചോ, ഒന്നും കുഴപ്പമില്ലെന്ന് വന്ന് പറഞ്ഞു. ഈശോപ്പച്ചനും മാതാവിനും 1000 നന്ദി ഞാൻ പറയുന്നു. അതിനുശേഷം എൻ്റെ മോൾ പറയുന്നു, അമ്മ എനിക്ക് മരുന്ന് വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവൾക്ക് മരുന്ന് കൊടുത്തിട്ടില്ല. ഈ നിമിഷം വരെ 3 വർഷമാകുന്നു എൻ്റെ മോൾക്ക് ഇൻഹേലർ യൂസ് ചെയ്യാതെ. അതിനുശേഷം അവൾക്ക് ആ അസുഖമോ ഒന്നും വരുന്നില്ല.